പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ വൈകിയ വേളയിൽ പ്രാർത്ഥനാധ്വനി പ്ലാറ്റ്ഫോമിൽ കൂടെ ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം നൽകി തന്ന നല്ല സമയത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഈ ശുശ്രൂഷയിൽ അടിയനും ഭാഗവാക്കാകാനിടയായതോർത്ത് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന കർത്താവിൽ അനുഗ്രഹീതനായ പാസ്റ്റർ ബെൻസൺ ഡാനിയൽ അവർക്കും ഇതിൻ്റെ പിന്നണി പ്രവർത്തകർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി ഞാൻ പ്രാരംഭം തന്നെ രേഖപ്പെടുത്തുകയാണ്. ദീർഘനാളുകളായി മിക്കവാറും എല്ലാ ദിവസവും വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി തിരുവചനത്തിൽ നിന്നും അനുഗ്രഹീതരായ ദേവദാസന്മാർ ദൈവത്തിൻ്റെ വചനം സംസാരിക്കുകയും അതനേകർക്ക് അനുഗ്രഹമായി തീരുകയും ചെയ്യുന്നു. ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതിലുപരി ദിനേന എന്നോണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന അനേക ദൈവമക്കൾക്ക്, പ്രിയപ്പെട്ടവർക്ക് തങ്ങളുടെ സങ്കടങ്ങളിലും കഷ്ടങ്ങളിലും രോഗാവസ്ഥകളിലും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വലിയ അനുഭവം കൂടെ കർത്താവ് ഇതിൽ മുഖാന്തരം ഇടയാക്കുന്നതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഇത്രത്തോളം ഈ ശുശ്രൂഷയെ മാനിച്ച് നടത്തിയ കർത്താവിന് എല്ലാ മാനവും മഹത്വവും ഞാൻ അർപ്പിക്കുന്നു. മേലാലും ഈ ശുശ്രൂഷയെ ശക്തമായ കർത്താവ് വളർച്ചട്ടെ, അനേകർക്ക് പ്രയോജനമുള്ളതാക്കി തീർക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ വചന ശുശ്രൂഷയ്ക്ക് ഒരു അവസരം നൽകി തന്ന ദേവദാസന് ഒരിക്കൽ കൂടെ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ മാസം തുടർമാനമായി നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ട്രസ്റ്റ് ഇൻ ദി ലോർഡ് എന്ന വിഷയം ആസ്പദമാക്കി ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. മനുഷ്യ ജീവിതത്തിൽ പ്രത്യേകിച്ച് കർത്താവിനെ സ്നേഹിക്കുകയും കർത്താവിൻ്റെ പാതയെ പിൻപറ്റുകയും ചെയ്യുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ വിശ്വാസം, ആശ്രയം എന്നീ വാക്കുകൾ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ഒരു ദൈവവേദന ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ദിനേന എന്നോണം നാം കൈകാര്യം ചെയ്യുന്ന രണ്ട് വാക്കുകളാണ്, ഒന്ന് വിശ്വാസം, മറ്റൊന്ന് ആശ്രയം. പലപ്പോഴും ഈ രണ്ട് വാക്യങ്ങളും ഒരേ അർത്ഥത്തിൽ നാം ചിന്തിക്കാറുണ്ട്, കാണാറുണ്ട്. അതിൽ തന്നെ അതിന് തെറ്റൊന്നും പറയാൻ കഴിയുമെങ്കിലും ഇല്ലെങ്കിലും രണ്ട് വ്യത്യസ്തമായ അർത്ഥങ്ങൾ ഇതിനുണ്ട് എന്നുള്ള നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. അനേക ദൈവദാസന്മാർ അതിനെക്കുറിച്ച് വ്യാഖ്യാന രൂപത്തിൽ ഈ രണ്ട് വാക്കുകളുടെ വ്യത്യസ്തങ്ങളായ ആപ്ലിക്കേഷൻസും അതിൻ്റെതായ റിലേഷനൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഡെഫിനിഷൻ ഞാൻ ഈ തരുണത്തിൽ പ്രാരംഭമായിട്ട് ഓർപ്പിക്കട്ടെ. ഫെയ്ത്ത് ലീഡ്സ് ടു ട്രസ്റ്റ് ആൻഡ് ട്രസ്റ്റ് ഈസ് എ പ്രാക്ടിക്കൽ ഡെമോൺസ്ട്രേഷൻ ഓഫ് ഫെയ്ത്ത്. വിശ്വാസം ഒരു വ്യക്തിയിലോ ഒരാശയ സംഹിതയിലോ ഒരു പ്രസ്ഥാനത്തിലോ ഒരു പ്രവൃത്തിയിലോ നാം പൂർണ്ണമായും വിശ്വസിക്കുന്ന ഒരു പ്രക്രിയയാണ് വിശ്വാസം എന്ന് പറയുന്നത്. ആ പ്രത്യയശാസ്ത്രം, ആ വ്യക്തി നമ്മുടെ ചിന്താഗതികളുമായി ചേർന്ന് പോകുന്നവരും അല്ലെങ്കിൽ നമുക്ക് ഏത് സമയത്തും നമ്മുടെ ചിന്താധാരയുമായി ചേർത്ത് വെച്ച് വായിപ്പാൻ കഴിയുന്ന ഒന്നാണ്, സമാന ചിന്താഗതിയുള്ള സമസ്വഭാവമുള്ള ഒരാശയമാണ്, വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കി അതിൽ ചാരുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. എന്നാൽ ആശ്രയം എന്ന് പറയുന്നത് അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ഒരു ആശയത്തിൽ വ്യക്തിപരമായി നമുക്കൊരു ആവശ്യമുണ്ടാകുമ്പോൾ, നമുക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവിടേക്ക് നോക്കിയാൽ, അവിടേക്ക് ചാരിയാൽ, അവിടേക്ക് ചെന്നാൽ എനിക്ക് അതിനൊരു മറുപടി ഉണ്ടാകും, ഒരു ഉദാഹരണം ഉണ്ടാകുമെന്ന് അറിഞ്ഞ് അതിലേക്ക് ചായുന്നൊരു അനുഭവമാണ് ആശ്രയം എന്ന് പറയുന്നത്. ദൈവമക്കളെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സകലത്തിനും മതിയായവനാണ്. അവൻ സർവശക്തനായ ദൈവമാണ്, അവൻ അത്യുന്നതനാണ്, അവന് കഴിയാത്ത ഒരു കാര്യവുമില്ല എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഓരോ വിഷയങ്ങളുമായിട്ട് ഈ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവൻ അതിനൊരു പരിഹാരം നൽകിത്തരും, അവൻ നമ്മെ നടത്തും, അവൻ നമുക്ക് ആലോചന നൽകിത്തരും, അവൻ വഴി കാണിച്ചു തരും, നമുക്ക് വേണ്ട ഉപദേശം നൽകിത്തരും. നാം അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് അവൻ നമ്മെ വിടുവിക്കുമെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ആശ്രയത്തിനായി തൻ്റെ മുഖത്തേക്ക് നോക്കുന്ന ഒരു പ്രക്രിയ, ഒരു അനുഭവമുണ്ട്. അതാണ് ആശ്രയം എന്ന് പറയുന്നത്. അനേക വേദവാക്യങ്ങൾ നമുക്ക്
ഇതിനോടുള്ള ബന്ധത്തിൽ ചിന്തിപ്പാനായിട്ട് കഴിയെങ്കിലും വിസ്തരിച്ച് പറയുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ ചില കാര്യങ്ങൾ, ചില വാക്കിൽ നമുക്ക് ഒരുമിച്ച് വായിച്ച് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താൻ ഇന്ന് രാത്രി ഇടയാക്കുമാറാകട്ടെ. 125-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് കർത്താവിന്റെ കൃപയെ ശരണപ്പെട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. 125-ാം സങ്കീർത്തനം നമുക്കെല്ലാം വളരെ സുപരിചിതമായ ഒരു വാക്യമാണ്. 11-ാമത്തെ വാക്യം, യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. Those who trust in the Lord are as Mount Zion, which cannot be moved but abides forever. എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു യഹോവയിൽ ആശ്രയിക്കുന്നവർ എന്ന് നാം ഈ സംഗീതത്തിൽ വായിക്കുന്നുണ്ട്. അതിനോട് ചേർന്ന് 2 വാക്യങ്ങൾ കൂടെ ഞാൻ വായിപ്പാൻ താല്പര്യപ്പെടുകയാണ്. ഒന്ന്, ഈ 2 വാക്യങ്ങൾ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ അനേക പ്രതിസന്ധി ഘട്ടങ്ങളിൽ യഹോവ നല്ലവരെന്ന് രുചിച്ചറിയുവാൻ തക്കവണ്ണം എന്നെ ബലപ്പെടുത്തിയ 2 വാക്യങ്ങളാണ്. ഒന്ന്, 46-ാം സങ്കീർത്തനത്തിന്റെ 10-ാമത്തെ വാക്യം. അതെങ്ങനെയാണ്? യഹോവ മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ബി സ്റ്റിൽ നോ ദാറ്റ് ഐ ആം ദ ലോർഡ്. മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ എന്നുള്ള വാക്യമാണ്. മൂന്നാമതൊരു വാക്യം ഉള്ളത് ഹബക്കൂക്കിന്റെ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങളാണ്. ദൈവാശ്രയമുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ, കർത്താവിൽ പൂർണ്ണമായും ആശ്രയിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ആശ്രയിപ്പാൻ കഴിയുന്ന ഒരു വാക്യമാണ്. ചാരുവാൻ കഴിയുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന, നമ്മെ ഉറപ്പിക്കുന്ന ഒരു വാക്യമാണ് ആ ഹബക്കൂക്കിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങൾ. അതിന് സമയം അനുവദിക്കുന്ന പക്ഷെ ഞാനോട് വല്ലത് വായിക്കുന്നതായിരിക്കും. ഇന്ന് രാത്രിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആകുന്നു. ജീവിതയാത്രയിൽ നമ്മെ ക്ഷീണിപ്പിക്കുന്ന, തളർത്തുന്ന, നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെ മുമ്പാകെ നമ്മുടെ ജീവിതത്തെ തന്നെ ഒരു ചോദ്യചിഹ്നമായി അവശേഷിപ്പിക്കുന്ന തരത്തിൽ സഹിപ്പാൻ കഴിയാത്ത പ്രതികൂലങ്ങളിൽ കൂടെ, മാനുഷികമായ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഇളക്കം തട്ടാത്ത, കുലുങ്ങിപ്പോകാത്ത ശാശ്വതമായ ഒരു പാറ അവൻ ആശ്രയിപ്പാനുണ്ട് എന്നുള്ളത് എത്രയോ ആശ്വാസകരമായ ഒരു അറിവാണ്, വസ്തുതയാണ്. ദൈവത്തിന് സ്തോത്രം. യഹോവയെ, ദൈവത്തെ ഇവിടെ പർവ്വതത്തോട് ഉപമിച്ചിരിക്കുകയാണ്. യഹോവയിൽ ആശ്രയിക്കുന്നവർ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. സിയോൻ പർവ്വതത്തെ പറ്റിയും യെരൂശലേം നഗരത്തെ പറ്റിയും ഒക്കെ അവിടെ സംഗീതക്കാരൻ വിസ്തരിക്കുന്നുണ്ട്, വിവരിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കുന്ന 2 കാര്യം. ഒന്ന്, മൗണ്ടൻ ഹാസ് എ സ്റ്റെബിലിറ്റി. ഈ പർവ്വതത്തിന് ഒരു ഉറപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം. യഹോവയെ ദൈവം പറയുകയാണ്, യഹോവയെ ഞാൻ മാറാത്തവൻ. ദൈവത്തിന് സ്തോത്രം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എബ്രായ ലേഖന കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ എത്രയോ സന്ദർഭങ്ങളിൽ യഹോവയെ ദൈവം മാറാത്തവനെന്ന് നാം രുചിച്ചറിഞ്ഞവരാണ്. ദൈവത്തിന് സ്തോത്രം. അതാണ് ഞാൻ പ്രാരംഭമായി ഓർപ്പിച്ചത്. യഹോവയിൽ ആശ്രയിക്കുക, യഹോവയിൽ വിശ്വസിക്കുക എന്നൊക്കെ പറയുന്നത് കേവലം നമ്മുടെ മസ്തിഷ്കത്തിൽ നാം സ്വരൂപിച്ചു വെക്കേണ്ടുന്ന അറിവുകളല്ല, നമ്മുടെ ജ്ഞാനത്തിൽ നാം ഗ്രഹിക്കേണ്ടുന്ന അറിവുകളല്ല, മറിച്ച് യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം. ജീവിത നാളുകളിൽ, ജീവിതയാത്രയുടെ ഓരോരോ സന്ദർഭങ്ങളിലും യഹോവയിൽ ആശ്രയിച്ചപ്പോൾ നമുക്ക് ലഭിച്ച വിടുതലുകൾ അനുഭവിച്ചറിഞ്ഞ ജനമാണ് നാം ഓരോരുത്തരും. ഈ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ അവർ ഒരു നാളും കൈവിടുകയില്ല എന്ന ഉറപ്പും ധൈര്യവും നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ കൂടെ നാം ആർജിച്ചെടുക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. മൗണ്ടൻസ് ആർ സ്റ്റെബിലിറ്റി. യഹോവയായ ദൈവം ഞാൻ മാറാത്തവനെന്ന് കർത്താവ് പറയുകയാണ്. ദൈവത്തിന് മറ്റൊന്ന്, മൗണ്ടൻ ഓഫ് സെക്യൂരിറ്റി. പർവ്വതത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അത് സുരക്ഷിതത്വമാണ്. യെരൂശലേമിനെ ചുറ്റി പർവ്വതങ്ങളുണ്ട്. ശത്രുവിന് പെട്ടെന്ന് കടന്നു ആക്രമിക്കാൻ കഴിയാതെ വണ്ണം ഉറപ്പുള്ള കോട്ടയായി, ഉറപ്പുള്ള ഒരു വൻമതിലായി പർവ്വതങ്ങൾ നിൽക്കുന്നു. യഹോവയായ ദൈവം നമുക്ക് എത്രമാത്രം സുരക്ഷിതത്വമാണെന്നുള്ളത് ഈ വചനഭാഗം ചിന്തിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ നൽകി തന്ന ഒരു ചിന്ത മറ്റൊന്നുമല്ല. 91-ാം സങ്കീർത്തനം എപ്പോഴും വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വേദഭാഗമാണല്ലോ. യഹോവയിൽ ആശ്രയിക്കുന്നവന്റെ സുരക്ഷിതത്വത്തെ കുറിച്ചാണ് സങ്കീർത്തനക്കാരൻ അവിടെ പറയുന്നത്. ഞാൻ ആ വാക്കുകളൊന്ന് വായിക്കട്ടെ. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ, യഹോവയെക്കുറിച്ച് അവനുടെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്നതിന്റെ ദൈവമെന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരന്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിൽ നിന്ന് വിടുവിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചിറകിന് കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്ത നിനക്ക് പരിചയം പലകയുമാകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും
ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും. തുടർന്ന് അങ്ങോട്ട് വായിച്ചു വരുമ്പോൾ അതിന്റെ 10ാമത്തെ വാക്യത്തിൽ ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കുകയില്ല. നിന്റെ എല്ലാ വഴികളും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് ദൂതന്മാരോട് കൽപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. അതിന്റെ 14ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവനുടെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ എല്ലാ വഴിത്താരകളിലും ഇത്ര ഭദ്രമായി അവനെ സൂക്ഷിക്കുന്ന വലിയവനായ ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിപ്പാൻ നമുക്ക് ലഭിച്ച ഭാഗ്യത്തിനായി ഈ രാത്രി നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ മഹത്വം കരയറ്റാം. ദൈവത്തിന് സ്തോത്രം. യഹോവയെ ദൈവത്തിൽ ആശ്രയം വെച്ച അനേക ഭക്തന്മാരെ കുറിച്ച് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ നാം വായിക്കുന്നുണ്ട്. ഏറ്റവും പെട്ടെന്ന് നമ്മുടെ മനോമുഖത്തിലേക്ക് വരുന്ന ഒരു കഥാപാത്രമാണ് രൂത്ത്. രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 12ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് ബോവസ്, നമുക്ക് ആ ചരിത്രമൊക്കെ അറിയാമല്ലോ. ബോവസ് രൂത്തിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറയിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ. ബോവസ് രൂത്തിനോട് പറയുകയാണ്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറയിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം നൽകുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. സ്വന്തമല്ലാത്ത ദേശത്ത് ഇപ്പോൾ അവൾ ഒരു പരദേശിയാണ്, അന്യദേശത്താണ്. അവൾക്ക് മാനുഷികമായി ചാരുവാൻ പ്രായാധിക്യത്തിലെത്തിയ ഒരു തന്റെ അമ്മായിയമ്മ മാത്രമേ ഉള്ളൂ. അവൾ ഇപ്പോൾ വന്നു പാർക്കുന്ന ഈ നഗരത്തിൽ അവൾക്ക് ആശ്രയമായി, അവൾക്ക് ചാരുവാൻ, അവൾക്ക് നോക്കുവാൻ ഒരു ഉറപ്പുള്ള ആ സങ്കേതമില്ലാതിരിക്കുമ്പോൾ, ആശ്രയസ്ഥാനമില്ലാതിരിക്കുമ്പോൾ, ഒരു അഭയസ്ഥാനമില്ലാതിരിക്കുമ്പോൾ, ആമേൻ, അവളോട് ബോവസ് പറയുകയാണ്, നീ വന്നിരിക്കുന്നത് വെറും ബോവസ് എന്ന മനുഷ്യന്റെ വയലിൽ, മറിച്ച് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറയിൻ കീഴിലാണ്. ഇന്ന് രാത്രി അത്യുന്നതിന്റെ മറയിൽ വസിക്കുവാൻ, സർവശക്തന്റെ നിഴലിൽ പാർക്കുവാൻ, അവന്റെ ചിറയിൽ അഭയം പ്രാപിപ്പാൻ തക്കവണ്ണം നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ ഭാഗ്യത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ആമേൻ കുലുങ്ങാതെ നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആകുന്നു. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഇല്ലാഞ്ഞിട്ടല്ല, പാറ്റിക്കളയാൻ തക്കണ ശക്തമായ കാറും കൂളും ജീവിത പടകുന്നതിനെ ആഞ്ഞടിക്കാഞ്ഞിട്ടല്ല, എന്നാൽ അവിടെയെല്ലാം നമുക്ക് മുറുകെ പിടിച്ച് ആശ്രയിപ്പാൻ ഒരു നല്ല നാമമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എല്ലാ നാമത്തിനും മേലായ ഒരു നാമം. അവൻ രാജാതി രാജാവും കർത്താതി കർത്താവുമാണ്. അവൻ സർവശക്തനായ ദൈവമാണ്. എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ എന്ന് ചോദിച്ച സർവശക്തനായ ദൈവമാണ്. അവങ്കിലേക്ക് നോക്കിയത് പ്രകാശത്തിനായി അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ ഇടയാക്കിയതുമില്ല. ദൈവത്തിന് സ്തോത്രം. ഈ ദൈവത്തിൽ ആശ്രയിക്കുന്ന പ്രിയമുള്ളവരെ, അവൻ നമ്മെ ലജ്ജിപ്പിക്കുന്ന ദൈവമല്ല എന്ന് രാത്രിയിൽ ഒരു പ്രാവശ്യം കൂടെ ആമേൻ അനുഭവത്തിന് വിളിച്ചത് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. 46-ാം സങ്കീർത്തനത്തിന്റെ 10ാമത്തെ വാക്യം നാം വായിക്കുന്നത്, ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചുവല്ലോ, ബി സ്റ്റിൽ നോ ദാറ്റ് ഐ ആം ദ ഗാഡ്. മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. ദൈവത്തിന് സ്തോത്രം. മിണ്ടാതെ ഇരിക്കുക എന്ന് പറയുമ്പോൾ നാം മൗനമായിരിക്കുക എന്നുള്ള അർത്ഥത്തിനപ്പുറത്ത് ആ വാക്കിന്റെ ഭാഷയിൽ എബ്രായ പദത്തിൽ അല്ലെങ്കിൽ എബ്രായ പദത്തിൽ അതിന് കൊടുക്കുന്ന ഒരു വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ, മിണ്ടാതിരിക്കണം, വെറുതെ ഇരിക്കുക എന്നുള്ളതല്ല, ടേക്ക് ഓഫ് യുവർ ഹാൻഡ്, നിന്റെ കൈ നീ പിൻവലിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ സദൃശവാക്യം 3-ാം അധ്യായത്തിന് 5-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. ദൈവത്തിന് സ്തോത്രം. ടേക്ക് ഓഫ് യുവർ ഹാൻഡ്സ്, നമ്മുടെ കരങ്ങൾ നാം പിൻവലിക്കുക. ദൈവത്തിന് മാനുഷികമായൊരു പ്രകൃതമാണ്. നാം ഒരു പ്രയാസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ, ഒരു വിഷയം നമ്മുടെ മുമ്പാകെ ഉണ്ടാകുമ്പോൾ, മാനുഷികമായ കരങ്ങൾ കൊണ്ട്, നമ്മുടെ കഴിവും പ്രാപ്തിയും കൊണ്ട് ആ വിഷയത്തിന് പരിഹാരം കാണുവാൻ നമ്മൾ ശ്രമിക്കും എന്നുള്ളത് മാനുഷികമായ ഒരു പ്രവണതയാണ്. അതൊരു സ്വഭാവമാണ്, നമുക്കെല്ലാം ഉള്ളൊരു സ്വഭാവമാണ്. എന്നാൽ കർത്താവ് പറയുന്നത്, നിനക്ക് പരിഹരിക്കാൻ കഴിയാത്ത, ദൈവത്തിന്റെ കരത്തിന് മാത്രം നൽകുവാൻ കഴിയുന്ന ഒരു വിടുതൽ ആവശ്യമുള്ള സന്ദർഭത്തിൽ നിന്റെ കരം നീ മാറ്റിവെക്കണം. നമ്മുടെ കരം നമ്മൾ പിൻവലിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് മാനുഷിക കരങ്ങളെ ആവശ്യമുണ്ട്. നമ്മുടെ കരങ്ങൾ ദൈവപ്രവർത്തിക്ക് ദൈവത്തിന് ആവശ്യമുണ്ട്. ആമേൻ. നമ്മളെ പൂർണ്ണമായും അങ്ങ് തിരസ്കരിച്ചുകൊണ്ട് ആമേൻ ദൈവപേദൽ എന്ന നിലയിൽ നിന്നെ എനിക്ക് ആവശ്യമില്ല എന്നല്ല കർത്താവ് പറയുന്നത്. നമുക്കറിയാം, ഒരു പെട്ടകം പണിയുവാൻ വരുവാനിരിക്കുന്ന മഹാപ്രളയത്തിൽ നിന്ന് കർത്താവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ആശ്രയിക്കുന്നവരെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ഒരു പെട്ടകം പണിയുവാൻ ദൈവം തീരുമാനിച്ചപ്പോൾ അതിന് നോഹയുടെ കരങ്ങളെയാണ് ദൈവമായി ഉപയോഗിച്ചത്.
ദൈവത്തിന് സ്തോത്രം. ഒരു വാക്കുകൊണ്ട് ഒന്നുമില്ലായ്മ സകലത്തെ ഉളവാക്കിയ ദൈവത്തിന് തന്റെ ഒരു വാക്കുകൊണ്ട് ഈ ഭൂമിയിൽ വസിക്കുന്ന സകല മനുഷ്യ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം കഴിവുള്ളതായ ഒരു പെട്ടകം പണിയാമായിരുന്നാൽ ദൈവം നോക്കിയപ്പോൾ വിശ്വസ്തനായ തന്നെ സേവിക്കുന്ന നോഹയുടെ കരങ്ങൾ കൊണ്ടൊരു പെട്ടകം പണിയാൻ ദൈവം തീരുമാനിച്ചു. ദൈവപ്രവൃത്തിയിൽ നോഹയ്ക്ക് ഒരു പങ്കാളിത്തം കൊടുപ്പാനിടയായി തീർന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഗോലിയാത്തിനെ കൊല്ലുവാൻ ദാവീദ് എന്ന ബാലകനെ കർത്താവ് ഉപയോഗിച്ചു. ദൈവത്തിന് സ്തോത്രം. ആകാശത്ത് നിന്ന് വലിയൊരു കൽമഴ പെയ്യിച്ചിട്ട് ഈ ഗോലിയാത്തിനെയും തന്നോട് കൂടെയുള്ള ഫെലിസ്ത്യ സൈന്യത്തെയും നിമിഷങ്ങൾ കൊണ്ട് ഉന്മൂലനം ചെയ്യാൻ എന്റെ ദൈവത്തിന് കഴിയാഞ്ഞിട്ടല്ല. ശൗലിനെ പോലെ തോൾ മുതൽ പൊക്കമുള്ള വീരന്മാരും ശൂരന്മാരും ഉള്ളതായ ഒരു സൈന്യത്തെ കൊണ്ട് ഈ ഗോല്യത്തിനെ തോൽപ്പിക്കാൻ കർത്താവിന് കഴിയുമായിരുന്നിട്ടല്ല. എന്നാൽ ഗോല്യാത്ത് എന്ന തന്റെ അഭിഷക്തനെ രംഗപ്രവേശം ചെയ്യിക്കേണ്ടതിന് ഇതൊരു വേദിയായി സ്വർഗം ഉപയോഗിക്കുകയും അവിടെ ഒരു കവണയും കല്ലും ദാവീദിന്റെ കയ്യിൽ കൊടുത്തിട്ട് ദാവീദിനെ കൊണ്ട് ഗോല്യാത്തിനെ കൊല്ലിക്കുന്ന നമുക്ക് കാണുവാൻ. അവിടെയും ദാവീദിന്റെ കരങ്ങൾ ദൈവത്തിന് ആവശ്യമായിരുന്നു, ദൈവം ഉപയോഗിച്ചു. ദൈവത്തിന് ആവശ്യമായിരുന്നു എന്ന് പറഞ്ഞതിനേക്കാൾ ദൈവം അത് ഉപയോഗിക്കാൻ ഒരു അവസരം നൽകിയെന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവിന്റെ ശുശ്രൂഷ കാലയളവിൽ 5 അപ്പവും 2 മീനും 5000 പേർക്ക് വിളമ്പി കൊടുക്കുവാൻ തക്കവണ്ണം കർത്താവ് ഉപയോഗിച്ചത് ബലഹീനരായിരുന്ന തന്റെ ശിഷ്യന്മാരുടെ കരങ്ങളെയാണ്. ദൈവത്തിന് സ്തോത്രം. എവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്? our knowledge, wisdom and will should be saturated in the action producing assurance of the Lord. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് മഹാത്ഭുതം വെളിപ്പെടുവാനുള്ള പ്രവൃത്തിക്കായി നാം മനസ്സിലാക്കിയിരിക്കുന്ന നമ്മുടെ ധാരണകൾ, നമ്മുടെ അറിവുകൾ, നമ്മുടെ സ്വയമായ വിൽ, നമ്മുടെ ഇച്ഛകൾ, നമ്മുടെ ഹിതം, ഇതൊക്കെ നാം ഒന്ന് മാറ്റിവെച്ചിട്ട് അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവകരത്തിന്റെ ഇടപെടലിനായി നമ്മെ തന്നെ സമർപ്പിക്കുമ്പോഴാണ് അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായത്. ദൈവത്തിന് സ്തോത്രം. നോഹ പണിത പെട്ടകം നോഹയുടെ അളവനുസരിച്ചായിരുന്നില്ല, നോഹയുടെ അറിവനുസരിച്ചായിരുന്നില്ല. കാരണം ഇതിനു മുമ്പ് നോഹ പെട്ടകം കണ്ടിട്ടില്ല, ഒരു കളിവെള്ളം പോലും ഉണ്ടാക്കി പരിചയമില്ല. എന്നാൽ യഹോവയെ ദൈവം പറഞ്ഞതനുസരിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്ത് നോഹയെ കൊണ്ടൊരു പെട്ടകം പണിതുവെങ്കിൽ ഇതിനു മുമ്പ് യുദ്ധം അഭ്യസിച്ചിട്ടില്ലാത്ത ആകെയുള്ള അനുഭവം, ഒരിക്കലൊരു സിംഹം ഒരിക്കൽ കരടിയും നേരെ വന്നു. തീർച്ചയായിട്ടും അത് ശൂരന് ചേർന്ന പ്രവൃത്തി തന്നെയാണ്. എന്നാൽ ഒരു മനുഷ്യനെ യുദ്ധത്തിൽ നേരിടുന്ന എങ്ങനെയെന്ന് ഇതിനു മുമ്പ് പരിചയമില്ലാത്ത ദാവീദിന്റെ കയ്യിൽ ഒരു കവണയും കല്ലും കൊടുത്തിട്ട് അവനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുകയും ദൈവത്തിന് പ്രസാദം തോന്നിയത് ദൈവപ്രവൃത്തിയിൽ ഒരു റോള് ദാവീദിന് നൽകുവാൻ കർത്താവിന് കരുണ തോന്നിയത് കൊണ്ടാണ്. ഇന്ന് രാത്രിയിൽ നോർത്ത് ഇന്ത്യയിലും മറ്റു പലയിടങ്ങളിലും കർത്താവിന്റെ മഹത്വമുള്ള വേല ദൈവദാസന്മാരെ ഞാൻ ഓർപ്പിക്കട്ടെ. നമ്മുടെ കഴിവും മിടുക്കും പ്രാപ്തിയുമല്ല, സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുക്കുന്ന, പ്രാർത്ഥനാ മുറിയിൽ പോരാടുന്ന, ദൈവിക ദർശനത്തോട് അനുസരണം കാണിക്കുന്ന ദൈവഭക്തന്മാരെ നിങ്ങൾ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കഴിയുമ്പോൾ പ്രവർത്തിക്കുന്നവൻ കർത്താവാണ്, റിസൾട്ട് കൊണ്ടുവരുന്ന കർത്താവാണ്, ആത്മാക്കളെ വിടുവിക്കുന്നവൻ കർത്താവാണ്, സഭയെ പണിയുന്നവൻ കർത്താവാണ്, സഭയെ നിലനിർത്തുന്നവൻ കർത്താവാണ്, ശത്രുവിനെ തോൽപ്പിക്കുന്ന കർത്താവാണ്, ശത്രുവിനെ ഇല്ലാതാക്കുന്ന കർത്താവാണ്. നാം അവന്റെ കാര്യങ്ങളിൽ കേവലം ആയുധങ്ങളായി ഇണങ്ങി ആയുധങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക മാത്രമേ വേണ്ടൂ എന്നുള്ള കാര്യം ഇന്ന് രാത്രിയിൽ നാം മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മോട് പറയുന്നത്, ഓഫ് കോഴ്സ് ഐ വിൽ യൂസ് യുവർ ഹാൻഡ്, എനിക്ക് നിന്റെ കരം ആവശ്യമുണ്ട്, ബട്ട് അൺടിൽ ദെൻ കീപ് യുവർ ഹാൻഡ്സ് ഓഫ്. എന്റെ കരം എപ്പോഴാണോ വേണ്ടി വരുന്നത് ആ സമയത്ത് ഞാനതിൻ്റെ നിർദ്ദേശം നൽകും. അൺടിൽ ദെൻ ഈ കീപ്പ് ഓഫ് യുവർ ഹാൻഡ്സ്. ആ നിമിഷം വരെ നാം നമ്മുടെ കരങ്ങളെ മാറ്റിപ്പിടിക്കണം. വില്യം വേറൻ വേഴ്സ്ബി എന്ന ദേവദാസന്റെ ഞാനന്ന് കൂട്ടുകയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന് 30-ാമത്തെ വാക്യം നമുക്കെല്ലാം വളരെ പരിചിതമാണല്ലോ. തന്റെ സ്നേഹിതനായിരുന്ന ലാസർ രോഗിയായി കിടന്നു. ലാസർ മരിച്ചു. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷമാണ് കർത്താവ് ശിഷ്യന്മാരും അവിടെ എത്തുന്നത്. തന്റെ സഹോദരന്മാർ തന്നോട് ആവരാതെ പറയുന്നുണ്ട്. ചുറ്റും കൂടുന്ന യഹൂദന്മാരൊക്കെ ആ ലാസറിന്റെ മരണത്തെ ഓർത്ത് വിലപിക്കുന്നുണ്ട്. ആ സഹോദരിമാരുടെ വിഷയം ഓർത്ത് ആ ഗ്രാമം മുഴുവൻ വിലപിക്കുന്നുണ്ട്. യഹൂദന്മാരുടെ കണ്ണുനീർ കണ്ടിട്ട് യേശുവും കണ്ണുനീർ വാർത്തു നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്ക് ആ സാഹചര്യമെല്ലാം അറിയാമല്ലോ. അവന് വെച്ചത് എവിടെയെന്ന് കർത്താവ് ചോദിച്ചപ്പോൾ കൂടെയുള്ളവർ യേശുവിനെ, ആ സഹോദരിമാരും യേശുവിനെ ലാസറിനെ വെച്ച കല്ലറടുക്കിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 31-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയാണ്, കല്ല് നീക്കിയവനെന്ന് യേശു പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. കല്ല് നീക്കിയവനെന്ന് യേശു പറഞ്ഞു. അവർ ആ കല്ല് നീക്കി. ആ ഒരു ഭാഗത്തെ കോട്ടിയുടെ ദേവദാസൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, വി ക്യാൻ റോൾ ദ സ്റ്റോൺ അവേ ഫ്രം ദ ടോംബ് ഓഫ് ലാസറസ്. മാനുഷികകരങ്ങൾ കൊണ്ട് മരിച്ച് നാറ്റം വെച്ച് തുടങ്ങിയ ലാസറിന്റെ ബോഡി അടക്കി വെച്ചിരിക്കുന്ന കല്ലറയുടെ മുമ്പിലുള്ള കല്ല് നീക്കുവാൻ
മനുഷ്യന്റെ കരങ്ങൾ ആവശ്യമാണ്. ബട്ട് only he, Jesus, can raise the dead. എന്നാൽ അകത്ത് നാറ്റം വെച്ച് കിടക്കുന്ന ശവത്തിലേക്ക് പുനരുത്ഥാനത്തിന് ശക്തി അയച്ച് ലാസറെ പുറത്തു വരിക എന്ന് പറയുമ്പോൾ അവൻ എഴുന്നേറ്റ് വരണമെങ്കിൽ അതിന് അധികാരമുള്ളവൻ, മരണത്തിന്റെ മേൽ ജീവന്റെ മേൽ അധികാരമുള്ളവന്റെ ശബ്ദത്തെങ്കിലാണ് ലാസർ പുറത്തു വരുന്നത് എന്നുള്ള കാര്യം ഇന്ന് രാത്രി മനസ്സിലാക്കണം. നമുക്ക് കല്ലുരുട്ടി മാറ്റുവാൻ കഴിയും, എന്നാൽ ലാസറിനെ പുറത്തുവിടാൻ കഴിയുകയില്ല. ലാസറിനെ പുറത്തുവിടാൻ കഴിയുള്ളവൻ പുനരുത്ഥാനം ജീവനുമായ യേശുവിന്റെ വാക്കാണ് ലാസറിനെ പുറത്തു കൊണ്ടുവന്നതെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവ പൈതലെ, നിനക്ക് വേണ്ടി ഒരു വാക്ക് കൽപ്പിക്കുവാൻ തക്കവണ്ണം അവൻ സദാ സന്നദ്ധനായി നമ്മുടെ ചാരയുണ്ട്. നമ്മുടെ വിഷയങ്ങളെ മരിച്ച് നാറ്റം വെച്ച 4 ദിവസമായ അവൻ നാരത്തുടങ്ങി അഴുകത്തുടങ്ങിയ വിഷയങ്ങളുടെ മേൽ ജീവൻ വെപ്പിക്കുവാൻ അവന് കഴിയ ദൈവത്തിന് സ്തോത്രം. കൈവിട്ട് പോയി എന്ന് കരുതുന്ന വിഷയങ്ങളെ മടക്കി വരുത്തുവാൻ എന്റെ ദൈവത്തിന് കഴിയ ദൈവത്തിന് സ്തോത്രം. അവനത് പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവമാണ്. തലമുറകളായി, നൂറ്റാണ്ടുകളായി വേദപുസ്തകത്തിന്റെ ചരിത്രത്തിലെ എല്ലാ ഏടുകളിലും പരിശോധിച്ചാൽ എന്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. മത്തായിയുടെ സുവിശേഷം 19-26 വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, അത് മനുഷ്യർക്ക് അസാധ്യം, എങ്കിൽ ദൈവത്തിന് സകലവും സാധ്യം. എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ കർത്താവിൽ ആശ്രയിക്കുന്നത്? അവൻ അസാധ്യമായ ഒരു കാര്യവുമില്ല. ദൈവത്തിന് സകലവും സാധ്യം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ ആമേൻ നമുക്ക് കല്ല് ഉരുട്ടി മാറ്റുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. We can hand out the bread, but only he can multiply it. Praise God. 3 ദിവസമായി തന്നോടൊപ്പം ഇരിക്കുന്ന ഈ പുരുഷാരത്തെ വിശന്നൂരായി മടക്കി വയ്ക്കാൻ മനസ്സില്ലാതെ നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് ശിക്ഷമായിട്ട് പറഞ്ഞ കർത്താവ്, നിങ്ങളുടെ പക്കൽ എന്തുള്ളതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ പക്കൽ ഒരു ബാലകന്റെ പക്കൽ 5 അപ്പവും 2 മീനും മാത്രമേ ഉള്ളൂ. നമ്മുടെ കയ്യിലുള്ള അല്പമായതിനെ ആമേൻ സ്തോത്രം ആമേൻ ഇരട്ടിപ്പാൻ കഴിവുള്ളവനെ, വർദ്ധിപ്പിക്കാൻ കഴിവുള്ളവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ അത് കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുവാൻ മാത്രമേ നമ്മുടെ കരങ്ങൾക്ക് ശക്തിയുള്ളൂ. ബട്ട് അവനാണ് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നവന്. ദൈവത്തിന് സ്തോത്രം. അവനാണ് അതിനെ ഇരട്ടിയാക്കുന്നത്. അവനാണ് അവിടെ കൂടി വന്നിരിക്കുന്ന ഓരോ ജനത്തിന്റെയും ആവശ്യം പറഞ്ഞ് തൃപ്തിയാകുമെണ്ണം അതിനെ വർദ്ധിപ്പിക്കാൻ കഴിവുള്ളവൻ സർവശക്തനായ ദൈവമാണ്. നുറുക്കി കൊടുക്കാൻ മാത്രമേ നമ്മുടെ കരങ്ങൾക്ക് ശക്തിയുള്ളൂ. പകർന്നു കൊടുക്കുവാൻ മാത്രമേ നമ്മുടെ കരങ്ങൾക്ക് ശക്തിയുള്ളൂ. കയ്യിലുള്ളത് കൊടുക്കുവാൻ മാത്രമേ നമ്മുടെ കരങ്ങൾക്ക് ശക്തിയുള്ളൂ. എന്നാൽ നാം ഒരിക്കലും ചിന്തിക്കാത്ത നിലയിൽ, നമ്മുടെ ബുദ്ധിക്ക് അപ്രമേയമായ നിലയിൽ, നമുക്കൊരിക്കലും ഗ്രഹിപ്പാൻ കഴിയാത്ത നിലയിൽ അതിനെ പൊലിപ്പിക്കുവാൻ വർദ്ധിപ്പിക്കുവാൻ കഴിവുള്ള സർവശക്തന്റെ ദൈവത്തിലാണ് നാം ആശ്രയിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി അല്പമായുള്ള കാര്യങ്ങളെ കയ്യിൽ വെച്ചുകൊണ്ട് ഇതെന്തുള്ള കർത്താവ് എന്ന് ചോദിക്കുന്ന ചിലരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം. അത് നിങ്ങളുടെ ജീവസന്ധാരണത്തിന്റെ മേഖലകളിലായിരിക്കാം, തലമുറകളോടുള്ള ബന്ധത്തിലെ മേഖലയിലായിരിക്കാം, നിങ്ങളുടെ ജീവിതത്തിന്റെ ചില കെട്ടുപണികളുള്ള ബന്ധത്തിലായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. ഏതുമായി കർത്താവേ, ഇത്രമാത്രമാണ് എൻ്റെ കയ്യിലുള്ളത്, എൻ്റെ ആവശ്യം ഇത്രമാത്രം വിപുലമാണ്, ഇതെന്തുള്ളൂ എന്ന് ചോദിച്ച് വ്യാകുലപ്പെട്ടിരിക്കുവാനല്ല, ഇതിനെ വർദ്ധിപ്പാൻ കഴിവുള്ളവന്റെ കാര്യങ്ങളിലേക്ക് കൊടുക്കുവാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ അവൻ അതിനെ അമർത്തി കുലുക്ക് നിറച്ച് സമൃദ്ധിയായി നമുക്ക് നൽകി തരുവാൻ തക്കവണ്ണം നമ്മുടെ വിശ്വാസം ചോർന്നു പോകാതെ, നാം പിന്മാറ്റത്തിൽ പോകാതെ, നാം കർത്താവിനെ തള്ളിപ്പറയാതെ ആമേ അന്ത്യത്തോളം വിശ്വസ്തരായി നിൽക്കേണ്ടതിന്, നമ്മുടെ ഉള്ളിലെ മനുഷ്യരെ ബലപ്പെടുത്തേണ്ടതിന്, നമുക്ക് വേണ്ടി വൻ പ്രവൃത്തി ചെയ്യുവാൻ അവൻ കഴിവുള്ള ദൈവമാണ്. അവനത് ചെയ്യുക തന്നെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, മാനുഷികമായി നമുക്ക് നമ്മുടെ സകല പ്രതീക്ഷകളും അറ്റുപോകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. മെഡിക്കൽ സയൻസിനും ലോകത്തിലെ സമ്പത്തിനും നമ്മുടെ പാരമ്പര്യത്തിനും നമ്മുടെ കുടുംബ മഹിമയ്ക്കും നമ്മുടെ വ്യക്തിപരമായ കഴിവുകൾക്കൊക്കെ ഇതെല്ലാം ഒരുപോലെ നമ്മെ കൈവിടുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ഞാനിനി എന്ത് ചെയ്യേണ്ടു കർത്താവേ എന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞത്, മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുകയും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിൽ ഇതുപോലെ ഇരുട്ടിലകപ്പെട്ട അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇനി എന്തെന്നുള്ള ചോദ്യം ഉണ്ടായിട്ടുണ്ട്. എല്ലാ പ്രതീക്ഷയും അവസ്ഥകളുണ്ടായിട്ടുണ്ട്. എന്നാൽ കർത്താവെങ്കിലും നോക്കിയപ്പോൾ അവൻ എന്നോട് കരുണ കാണിച്ചു. അത് എന്നോട് ദൈവത്തിന്റെ കരുണ തോന്നിയത് കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പറഞ്ഞൊരു കാര്യം പറയട്ടെ, ഞാൻ അനുഭവിച്ച പോലുള്ള സാക്ഷ്യം, ഞാൻ അനുഭവിച്ചുള്ള ഒരു വിടുതലായിരിക്കില്ല വേറൊരാളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നത്. എന്നാൽ എല്ലാത്തിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഒരു ആശ്രയമുണ്ട്. അതാണ് ഹബക്കൂക്കിന്റെ നാം വായിക്കുന്നത്. വിടുവിച്ചാലും ഇല്ലെങ്കിലും ദൈവത്തിന് സ്തോത്രം. അവൻ നമ്മെ ഉദ്ധരിച്ചാലും ഇല്ലെങ്കിലും, ഈ രോഗക്കിടക്കെ മാറ്റി വിരിച്ചാലും ഇല്ലെങ്കിലും, ഇതൊന്നുമല്ല ദൈവത്തിന് സ്തോത്രം എങ്കിൽ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു പറയുവാൻ ദൈവം നമുക്ക് ഇടയാക്കി തീർക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. വി ക്യാൻ ഹാൻഡ് ഔട്ട് ദ ബ്രെഡ്
ബട്ട് ഓൺലി ഹി ക്യാൻ മൾട്ടിപ്ലൈ ഇറ്റ്. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വേലയിൽ വ്യാപൃത ദൈവദാസന്മാരെ, കർത്താവിൻ്റെ വേല വർഷങ്ങൾ അധ്വാനിച്ചിട്ടും ഒരു ഫലവും കാണുന്നില്ലല്ലോ, ഒരാത്മാവിൻ്റെ പോലെ രക്ഷ കാണുന്നില്ലല്ലോ. ദീർഘവർഷങ്ങളായി ഞാൻ ഈ നോർത്ത് ഇന്ത്യയിൽ ഈ പട്ടണത്തിൽ ഈ ഗ്രാമത്തിൽ വന്നിട്ട് ഞാൻ അധ്വാനിക്കുന്നു, എൻ്റെ ആരോഗ്യം ക്ഷയിക്കുന്നു, എൻ്റെ കയ്യിലുള്ളതൊക്കെ ഞാൻ ഇതിനോട് ചിലവഴിച്ചു, എന്നിട്ട് ഫലമൊന്നും കാണുന്നില്ലോ എന്ന് വ്യാകുലപ്പെട്ട ആരെങ്കിലും ഇന്ന് രാത്രി തന്നെ കേൾക്കുന്നുവെങ്കിൽ തളർന്നു പോകരുത്. പ്രവൃത്തിയിൽ ശക്തനായവൻ നിന്നോട് കൂടെയുണ്ട്. അവൻ തക്ക സമയത്ത് മഞ്ഞുമഴയും അയച്ച് അവിടെ പ്രവൃത്തി വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. ഒരു വേള നമ്മുടെ ജീവിത കാലയളവുകളിൽ നമ്മുടെ കണ്ണുകൊണ്ട് ഒരുപക്ഷെ കാര്യവും കഴിഞ്ഞില്ല എന്ന് വരികിലും നമ്മുടെ പ്രയത്നം വ്യർത്ഥമായി പോകുകയില്ല. നമ്മുടെ ഈ നിലത്ത് വീണ ഒരു തുള്ളി വിയർപ്പ് പോലെ വൃഥാവായി പോകുകയില്ല. അതിൽ നിന്നും അനേക ജീവനുള്ള ആത്മാക്കളെ എഴുന്നേൽപ്പിക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പ്രവൃത്തിയിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അവന്റെ ചെറിയ കീഴിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നേറുവാനായിട്ട് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മ നമ്മെ സഹായിക്കുമാറാകട്ടെ. വേറൊരു ഭാഗം കൂടെ നാം ചിന്തിക്കേണ്ടത് ഇതിനോടുള്ള ബന്ധത്തിൽ ആവശ്യമാണല്ലോ. നമുക്ക് എന്നെ പലപ്പോഴും ചിന്തിപ്പിക്കുന്ന ഒരു വാക്യമാണ്. അബ്രഹാമും തന്റെ മകനായി ഇസ്ഹാക്കിനെ യാഗം കഴിപ്പാനായിട്ട് പോകുന്ന അവരനുഭവം നമുക്കറിയാമല്ലോ. അബ്രഹാമും മകനും കൂടെ യഹോവയെ ദൈവം തന്നെ കാണിപ്പാനിരിക്കുന്ന മലയിലേക്ക് യാഗം കഴിപ്പാനായിട്ട്. ഞാൻ ചരിത്രമൊന്നും വിസ്തരിക്കുന്നു. 22-ാം അധ്യായത്തിന്റെ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു ചോദ്യം. ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഏത് പിതാക്കന്മാരും അഭിവരിച്ചതിനേക്കാൾ ഏറ്റവും തീവ്രമായ ഹൃദയം നുറുങ്ങുന്ന തകർന്നു പോകുന്ന ഒരു ചോദ്യം മകൻ ചോദിക്കുകയാണ്. അപ്പാ, യാഗപീഠത്തിന് വിറകും തീയും ഒക്കെ ഉണ്ട്, എന്നാൽ ഹോമയാഗത്തിലുള്ള ആട്ടിൻകുട്ടി എവിടെ എന്നൊരു ചോദ്യം. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിന്റെ മറുപടി നമുക്കറിയാം. മകനെ, ദൈവം തനിക്ക് ഹോമയാഗത്തിനുള്ള ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും. God will provide for himself the lamb for the burnt offering, my son. ഈ ഭാഗം എന്നെ ചിന്തിപ്പിച്ചപ്പോൾ എന്നെ മനസ്സിലേക്ക് വന്ന ഒന്ന് രണ്ട് ചിന്തകൾ ഞാൻ പങ്കുവെപ്പാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ സംസാരിക്കുന്ന എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ യഹോവയെ ദൈവത്തിൻ്റെ വല്ലഭത്വം, അവൻ്റെ സർവശക്തി, അവൻ്റെ അപ്രമേയത്വം, അവൻ്റെ സർവജ്ഞാനം അനേക സന്ദർഭങ്ങളിൽ അനുഭവിച്ചറിയുവാൻ എനിക്കിടയായി. വ്യക്തിപരമായി ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ തലമുറ, ഇതിനു മുമ്പുള്ള തലമുറയൊക്കെ, ഒന്നുകൂടെ പറയാൻ, വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം അതിന് ഇങ്ങോട്ട് അബ്രഹാമിന്റെ കാലത്തിന് ശേഷം ഇങ്ങോട്ടുള്ള എല്ലാ തലമുറയും ഈ ദൈവത്തിന്റെ വൻകരം കണ്ടവരാണ്. നമുക്ക് വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും യഹോവയെ ദൈവം ആകാശം ചായ്ച്ചിറങ്ങി വന്ന് തന്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിച്ച പ്രവൃത്തിയിൽ അസംഖ്യം നമുക്ക് തെളിവുകളായിട്ടുണ്ട്. അനേക മഹാരഥന്മാരുടെ, വിശ്വാസ വീരന്മാരുടെ, മിഷണറി വീരന്മാരുടെ, യഹോവ ഭക്തന്മാരുടെ, യഹോവ ഭക്തമാരുടെ എത്രയോ അനുഭവ സമ്പത്ത് നമ്മുടെ മുമ്പാകെ തെളിവായി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു വിഷയമുണ്ടാകുമ്പോൾ, ഒരു പ്രയാസമുണ്ടാകുമ്പോൾ നമുക്ക് റെഫർ ചെയ്യാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ, ഒരുപക്ഷെ ഒരു മാരകമായ രോഗം നമ്മുടെ ജീവിതത്തിൽ പിടിപെട്ടാൽ നമുക്ക് പറയാം, എൻ്റെ ഇന്നാര്, എൻ്റെ സഭയിൽപ്പെട്ട ഇന്നാര്, അല്ലെങ്കിൽ എൻ്റെ കൂട്ടായ്മയിൽപ്പെട്ട ഇന്നാര്, അല്ലെങ്കിൽ എൻ്റെ അറിവിൽപ്പെട്ട ഇന്നാർക്ക് ഇതിനേക്കാൾ ഗൗരവമായ രോഗം വന്നു. എന്നാൽ കർത്താവ് അനേക ദൈവമക്കളുടെ പ്രാർത്ഥന കേട്ട് കർത്താവ് വിടുവിച്ച ഒരു കർത്താവുണ്ട്. ആ കർത്താവിൽ ആശ്രയിച്ച് നമുക്ക് പ്രാർത്ഥിപ്പാൻ കഴിയും. അതുപോലെ പ്രതിസന്ധികൾ, ദൈവത്തിന് സ്തോത്രം, പർവ്വത സമാനമായ പ്രതിസന്ധികൾ ഇസ്രായേൽ ജനം അനുഭവിച്ചപ്പോൾ ആ ജനത്തിനു വേണ്ടി ചെങ്കടലിനെ പിളർന്ന ഒരു സാക്ഷ്യം നമുക്കുണ്ട്. യെരിഹോ മതിലിനെ തകർത്തൊരു സാക്ഷ്യം നമുക്കുണ്ട്. വീരന്മാരെ, ശൂരന്മാരെ തകർത്ത് കളഞ്ഞ് ദേശം അവകാശമാക്കി കൊടുത്തൊരു സാക്ഷ്യം നമുക്ക് വായിപ്പാനുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, നമുക്കത് തെളിവായി കിട്ടിയിട്ടുണ്ട്. എന്നാൽ അബ്രഹാമിനെ നോക്കി, അബ്രഹാമും ഈ ദൈവവുമായിട്ട് 1-to-1 റിലേഷനാണ്. വളരെ ചുരുക്ക സമയങ്ങൾ മാത്രമേ ഇവർ തമ്മിൽ നേരിട്ട് ഇടപെട്ടിട്ടുള്ളൂ. പണ്ടായിരുന്ന ഒരു ദേശത്ത് നിന്ന് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ചാടി പുറപ്പെട്ടതാണ്. ആ വാക്ക് വിശ്വസിച്ച് പുറകെ ഇറങ്ങി പുറപ്പെട്ടതാണ്. ആകെ ദൈവത്തിന്റെ ഒരു വൻകാര്യയുടെ ജീവിതത്തിൽ നടന്നെന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ദീർഘയാത്രയിൽ അനേക തവണ ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടിട്ടുണ്ടാകാം. എന്നാൽ നമ്മൾ വായിക്കുന്നത് നിർജീവ അവസ്ഥയിലായി തന്റെ ശരീരത്തെ, ആ മൃതസമാനമായ തന്റെ ശരീരത്തിൽ നിന്നും ഒരു പുരുഷ പ്രജയെ ഉൽപ്പാദിപ്പിക്കുവാൻ തക്കൊണ്ട് അവനെ ശക്തനാക്കിയ ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ ദൈവം യാഗം അർപ്പിച്ച് ചാരമായി തീർന്നാലും ആ ചാരത്തിൽ നിന്ന് എനിക്കൊരു മകനെ നൽകി തരുവാൻ കഴിവുള്ളവനാണെന്ന് അബ്രഹാം വിശ്വസിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ മഹത്വം. ദൈവത്തിന് കാരണം അതിനു മുമ്പ് റെഫർ ചെയ്യാൻ അബ്രഹാമിനൊന്നുമില്ല.
അബ്രഹാമിന്റെ ചാർച്ചക്കാരിലോ, അബ്രഹാമിന്റെ അന്ന് കൂട്ടായ്മയില്ല, അബ്രഹാമിന്റെ കുടുംബത്തിലോ അയൽവാസികളുടെയിലോ ഒന്നും ഇതുപോലെ പ്രവർത്തിക്കുന്ന ഒരു ദൈവപ്രവൃത്തി കണ്ട് കേട്ട് അറിവില്ല. ഒരു സാക്ഷ്യമായിട്ട് ഇങ്ങനെ ദൈവം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ ഒരു റെഫറൽ പോയിന്റ് ഇല്ല. നമ്മെ സംബന്ധിച്ച് അങ്ങനെയല്ല. നമുക്ക് ആയിരം റെഫറൻസ് ഉണ്ട്. ഏത് രോഗത്തിനും, ഏത് അപകടത്തിനും, ഏത് ശൂന്യതയ്ക്കും, ഏത് ബുദ്ധിമുട്ടിനും, ഏത് ഞെരുക്കത്തിനും, ഏത് പ്രതിസന്ധിക്കും, ഏത് വെല്ലുവിളിക്കും, ഏത് തടവറയ്ക്കും ഒക്കെ മുമ്പിൽ നാം നിൽക്കുമ്പോൾ അതുപോലെയുള്ള അവസരങ്ങൾ കൂടി കടന്നുപോയ അനേക ദൈവഭക്തന്മാരുടെ സാക്ഷ്യം നമുക്ക് ഉറപ്പിനും ബലത്തിനുമായിട്ടുണ്ട്. എന്നാൽ അബ്രഹാമിനെ സംബന്ധിച്ചോ യാതൊരു മുൻപരിചയവുമില്ല. മകൻ ചോദിക്കുകയാണ്, അപ്പ ആട്ടിൻകുട്ടി എവിടെ? ഒരു മുൻപരിചയമില്ലാത്ത, ഒരു പാസ്റ്റ് സാക്ഷ്യ ടെസ്റ്റിമോണിയൽസും ഇല്ലാത്ത അബ്രഹാം പറയുകയാണ്, യഹോവ കരുതിക്കൊള്ളും. ദൈവത്തിന് സ്തോത്രം. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. എല്ലാ വഴികളിലും യഹോവയെ നനച്ചുകൊള്ളുക. ആമേ. മാനുഷികമായ സകല സാഹചര്യങ്ങളെയും അതിജീവിക്കുന്ന ദൈവത്തിന് സ്തോത്രം. അതിനെയൊക്കെ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് ഇതൊന്നും ഞാൻ കാണുന്നില്ല, അനുകൂലമായ ഒരവസ്ഥ ഞാൻ കാണുന്നില്ല, എങ്ങനെ, എന്ത്, എവിടെ, എപ്പോഴെന്ന് എനിക്കറിയത്തില്ല, എന്നാൽ ഒന്ന് ഞാൻ അറിയുന്നു, അവൻ സർവശക്തനായ ദൈവമാണ്. ആ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. ആ ദൈവം കരുതിക്കൊള്ളും. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തനുണ്ടായിരിക്കേണ്ട മനോഭാവം എന്ന് പറയുന്നത് ട്രസ്റ്റിംഗ് ഗോഡ് ഈസ് ലിവിംഗ് എ ലൈഫ് ഓഫ് ബിലീവിംഗ് and obedience to God even when it is difficult. ആമേൻ. ജീവിത സാഹചര്യം എത്ര പ്രതികൂലമായിരുന്നെങ്കിലും, പ്രതികൂലമായി നിൽക്കുന്നുവെങ്കിലും, വെല്ലുവിളി എത്ര വലിയ മതിൽ പോലെ മുമ്പിൽ നിൽക്കുന്നുവെങ്കിലും അതിനെയൊക്കെ കവച്ചു വെക്കുന്ന ഒരു ദൈവാശ്രയം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ളവർക്കാണ് ദൈവത്തിന്റെ വൻ പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനിടയായി തീരുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് വേണ്ടി സകലം നന്നായി ചെയ്യുന്ന ഈ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യെശയ്യാ 40-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, യഹോവേ ദൈവം ഇസ്രായേൽ മക്കളോട് ചോദിക്കണം, നിനക്ക് അറിഞ്ഞുകൂടായോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അവന്റെ ബുദ്ധി അപ്രമേയമത്രേ. പ്രൈസ് ദ ലോർഡ്. യഹോവേ ദൈവം ചോദിക്കുകയാണ്, നിനക്ക് അറിഞ്ഞുകൂടായോ? ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ കർത്താവേ, ഞാൻ കടന്നു പോകുന്ന ജീവിതത്തിന്റെ ഈ പ്രതിസന്ധി, ഈ വെല്ലുവിളി എനിക്ക് താങ്ങുവാൻ കഴിയുന്നതിനപ്പുറമാണ്, എനിക്ക് സഹിപ്പാൻ കഴിയുന്നതിനപ്പുറമാണ് എന്ന് ചോദിക്കുന്ന പ്രിയമുള്ളവരെ, ദൈവമേ യഹോവ നമ്മോട് തിരിച്ചു ചോദിക്കുകയാണ്, നിനക്ക് അറിഞ്ഞുകൂടായോ എന്റെ മകനെ, എന്റെ മകളെ? നീ കേട്ടിട്ടില്ലയോ? നീ ഇപ്പോൾ കടന്നു പോകുന്നതിനേക്കാൾ എത്രയോ 10 മടങ്ങ് ഭീകരമായ അനുഭവത്തിൽ കൂടി കടന്നുപോയ എന്റെ ഭക്തന്മാർക്ക് വേണ്ടി ഞാൻ ഇറങ്ങി വന്ന് പ്രവർത്തിച്ചത് നീ കേട്ടിട്ടില്ലയോ? നീ അറിഞ്ഞിട്ടില്ലയോ? നീ വായിച്ചിട്ടില്ലയോ? നീ കണ്ടിട്ടില്ലയോ? ദൈവത്തിന് സ്തോത്രം. ഞാൻ നിത്യദൈവം, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവം. ആമേൻ. ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ലാത്ത ദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ ഞാൻ തന്നെ. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് പറയണം, ഞാൻ യഹോവേ, ഞാൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. മാനുഷികമായ സകല കരങ്ങളും ക്ഷീണിച്ചു പോകുമ്പോൾ ഇന്ന് രാത്രിയിൽ ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ മാനുഷിക കരങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഈ ദിവസങ്ങളൊക്കെ നാം നമ്മുടെ അനേക പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പലരും പെട്ടെന്നുണ്ടായ രോഗങ്ങൾക്ക് അടിമകളായി ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിരിക്കുന്നു. പലർക്കും വളരെ സീരിയസ് ആയിട്ടുള്ള എമർജൻസി ആയിട്ടുള്ള സർജറീസ് വേണം. ഒക്കെ ശരിയാണ്. നമ്മുടെ കഴിവിനപ്പുറമായി നമുക്ക് താങ്ങുവാൻ കഴിയാത്ത ചികിത്സാ ചെലവുകളുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നാം ഏറ്റവും മുന്തിയ വൈദ്യസഹായം നൽകുവാനായിട്ട് കാര്യങ്ങൾ ക്രമീകരിക്കുന്നു. ആവശ്യമാണ്. അതൊക്കെ നമുക്ക് മാനുഷികമായ കാര്യങ്ങൾ കൊണ്ട് ചെയ്യുവാൻ കഴിയുന്നതാണ്. പഠിപ്പുള്ള, ജ്ഞാനമുള്ള, എക്സ്പേർട്സ് ആയിരിക്കുന്ന ഡോക്ടർമാർ അവർക്ക് ചികിത്സ നിർദ്ദേശിക്കുന്നു. ആമേൻ. 100 കണക്കിന് സർജറി നടത്തിയ ഡോക്ടർമാരുടെ കരങ്ങൾ കൊണ്ട് തന്നെ അവരും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സർജറി നടത്തുന്നു. ഇതൊക്കെ മനുഷ്യന്റെ കരങ്ങൾ ദൈവം ഉപയോഗിക്കുന്നതാണ്. എന്നാൽ നാം മുമ്പ് ഓർപ്പിച്ചതുപോലെ ജീവൻ നൽകുവാൻ, ആമേൻ, ഇരട്ടിപ്പിക്കുവാൻ കഴിവുള്ളവൻ സർവശക്തനായ ദൈവമാണ്. ആ ദൈവത്തിന്റെ കരത്തെ ചലിപ്പിക്കുന്നതാകട്ടെ നമ്മുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ. മാനുഷിക കരങ്ങൾ കൊണ്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഭൂമിയുടെ ഏതെങ്കിലുമൊക്കെ മുക്കിലും മൂലയിൽ ഇരുന്നു കൊണ്ട് നാം കണ്ടിട്ടില്ലാത്ത, നാം അറിഞ്ഞിട്ടില്ലാത്ത, നാം ഒരിക്കലും സംസാരിച്ചിട്ടില്ല നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വിശ്വാസത്തിന്റെ പ്രാർത്ഥന ഉയരുമ്പോൾ ഇന്ന് രാത്രി ഓർത്തുകൊള്ളണം, സർവശക്തനായ ദൈവം ഇറങ്ങി വന്ന് അവരായിരിക്കുന്ന എമർജൻസി റൂമിൽ, അവരായിരിക്കുന്ന വെന്റിലേറ്റർ സെറ്റപ്പിൽ സർവശക്തനായ ദൈവത്തിന്റെ ശബ്ദം ഇറങ്ങി വന്നിട്ട്, ലാസറെ പുറത്തു വരിക എന്നുള്ള ശബ്ദം ഇറങ്ങി വന്നിട്ട് അവരെ ജീവനിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരു ദൈവത്തിലാണ് നാം ആശ്രയിക്കുന്നത്. ഈ ദൈവത്തിലുള്ള ആശ്രയം ഒരു നാളും വിട്ടുകളയരുത് പ്രിയമുള്ളവരെ. ദൈവത്തിന് സ്തോത്രം.
യെരമ്യാ പ്രവചനം 17-ാം അധ്യായത്തിന്റെ 7-8 വാക്കിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്: യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്ത മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തിന് സ്തോത്രം. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: അങ്ങനെ യഹോവയിൽ ആശ്രയിക്കുന്നവൻ പൂർണ്ണമായി യഹോവയിൽ ചാരുന്നതിനെ കുറിച്ച് പറയുകയാണ്. വരൾച്ച ഉള്ള കാലത്തും വാട്ടം തട്ടാതെ അവൻ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ നാമത്തിന് മഹത്വത്തിനായി അനവധിയായ നൽഫലങ്ങളെ കായ്ക്കുവാൻ കർത്താവ് നമ്മെ വിളിച്ചാക്കി. അവന്റെ നല്ല ആത്മാവിനെ നമ്മുടെ മേൽ പകർന്നു, കൃപാവരങ്ങൾ നമ്മുടെ മേൽ പകർന്നു. എന്നാൽ ജീവിതയാത്രയിൽ ചില ക്ഷീണങ്ങൾ, ചില പരാധീനതകൾ, ചില പ്രതിസന്ധികൾ, ചില ഞെരുക്കങ്ങൾ, ചില ബുദ്ധിമുട്ടുകൾ, ശാരീരിക ക്ഷീണങ്ങളൊക്കെ നമ്മെ കടന്നുകൂടിയിട്ട് നാം കർത്താവ് ആഗ്രഹിക്കുന്ന, നമ്മുടെ നല്ല ഇടയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മുടെ നല്ല കാന്തനായ കർത്താവ് ആഗ്രഹിക്കുന്ന ഫലങ്ങളെ പുറപ്പെടുവിപ്പാൻ കഴിയാതവണ്ണം ക്ഷീണിച്ചിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ വചനം കേൾക്കുന്നതിന്റെ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. വരൾച്ച ഉള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തെയാണ്, ഒരു ഭക്തനെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ അങ്ങനെ ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനം 20:7 വായിക്കുന്നു: ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കും, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. നമ്മുടെ ആശ്രയം രഥങ്ങളിലല്ല. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ചാരുന്നത് കുതിരകളിലല്ല. നമ്മുടെ ആശ്രയം നമ്മുടെ സമ്പത്തിലല്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, യഹോവയിൽ ആശ്രയിക്കുന്നവൻ ആമേൻ കുലുങ്ങാൻ നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആകുന്നു. ഫിലിപ്പിയർ 4-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ പൗലോസ് നമ്മുടെ പറയുകയാണ്: ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന ഒരു ദൈവഭക്തന് മാത്രമേ ഇത് പറയുവാൻ കഴിയുകയുള്ളൂ. ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും ഉപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തിന് അറിയിക്കുക എത്ര വേണ്ടത്. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ഞാൻ വാക്യം വായിക്കട്ടെ: ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുക എത്ര വേണ്ടത്. ആമേ തീരുന്നില്ല. പത്രോസ് നമ്മോട് പറഞ്ഞെന്താണ്? 1 പത്രോസ് 5:7 അവൻ നിങ്ങൾക്കായി കരുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകരെ മേലിട്ടുകൊള്ളുവിൻ, കാസ്റ്റിംഗ് ഓൾ യുവർ ആൻസൈറ്റി ഓൺ ഹിം ബിക്കോസ് ഹി കെയർസ് ഫോർ യു. ദൈവത്തിന് സ്തോത്രം. അവൻ നിങ്ങൾക്കായി കരുന്നതാകയാൽ സകല ചിന്താകലവും അവന്റെ മേലിട്ടുകൊള്ളുവീൻ. ദൈവത്തിന് ഇന്ന് രാത്രിയിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ, യഹോവയിൽ ആശ്രയിക്കുന്നവർ ആമേൻ ഉറച്ചു നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആകുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ കർത്താവിൽ ആശ്രയിപ്പാൻ ദൈവം നമുക്ക് സഹായിക്കുമാറാകട്ടെ. കഴിഞ്ഞ നാളുകളിൽ എത്രയോ സന്ദർഭങ്ങളിൽ ആരും സഹായിപ്പാനില്ലാതിരുന്നപ്പോൾ, ആശ്രയിച്ച അനേക കരങ്ങൾ നമ്മുടെ മുമ്പിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ, ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വീണ സന്ദർഭങ്ങളിൽ അവൻ നമ്മെ മാറോടണച്ച് ബോവസ് രൂഥനെ ചേർത്ത് പിടിച്ചതുപോലെ ഇസ്രായേൽ ദൈവമായ യഹോവയുടെ ചെറിയ കീഴിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന യഹോവ നിന്നെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുമാറാകട്ടെ. ആമേ എന്നുള്ള ആ ആലോചന പോലെ ഈ രാത്രി പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം, അവനിൽ തന്നെ ചാരാം. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തുവാൻ കഴിയുള്ള ദൈവമാണ്. ദൈവത്തിന് വിശ്വാസത്തിൽ പതറിപ്പോകാതെ, ക്ഷീണിച്ചു പോകാതെ, തളർന്നു പോകാതെ, ബലവാനായ ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിൽ പിടിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസം ചെയ്ത് ഓടി തീർക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചിന്തയോട് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് 1-2 വിഷയങ്ങൾക്കൊന്ന് പ്രത്യേകാൽ പ്രാർത്ഥിക്കാം. നമ്മുടെ ഒരു വാത്സല്യ സഹോദരൻ സാജൻ താൻ UK ബ്രെയിൻ ട്യൂമർ ബാധിച്ചൊരു സർജറിക്ക് വേണ്ടി വിധേയനാകുകയാണ്. ഇന്ന് രാത്രി ഒരുമിച്ച് ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ റീബ എന്ന് പറഞ്ഞൊരു സഹോദരി RCCയിലെ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിലാണ്. ഈ 2 പേരുടെയും യഥാർത്ഥ ശാരീരിക അവസ്ഥ നമുക്കറിയത്തില്ല. ഇന്ന് രാത്രി കേട്ടതുപോലെ കല്ലുരുട്ടി മാറ്റുവാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. പ്രവർത്തിക്കുന്നവൻ കർത്താവാണ്. അവൻ അസാധ്യം ഒരു കാര്യമില്ല. മനുഷ്യരാൽ അസാധ്യം, ദൈവത്താൽ സാധ്യം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഇന്ന് രാത്രി വിശ്വാസത്തോടെ അവിടുത്തെ ചെറിയ മറവിലേക്ക് ആശ്രയത്തിന് അടുത്ത് വരികയാണ്. ദാസന്മാരുടെ കിണജമാരുടെ കയ്യിലേക്കെന്ന പോലെ, ദാസിമാരുടെ കിണജമാരുടെ കയ്യിലേക്കെന്ന പോലെ ഞങ്ങൾക്ക് സഹായം വരുന്ന പർവ്വതങ്ങളിലേക്ക് കണ്ണുകളെ ഉയർത്തുന്നു. ഞങ്ങളുടെ പ്രിയ സഹോദരനുണ്ട് കർത്താവെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ താൻ UK ആ പ്രിയപ്പെട്ടവൻ ഒരു സർജറിക്ക് വിധേയനാകുകയാണല്ലോ. സ്വർഗത്തിലെ ദൈവമേ, ദൈവത്തിന് സ്തോത്രം. അവിടുത്തെ കഴിയാത്തൊരു കാര്യവുമില്ല. ആ സർജറി കർത്താവെ നിർവഹിക്കുന്ന ആ ഡോക്ടർമാരുടെ കരത്തോടെ കർത്താവ് ഇരിക്കുമാറാകണമേ. ഒരു പൂർണ്ണമായ സൗഖ്യം, വിടുതലോടെ കൽപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വാത്സല്യ സഹോദരി റീബയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവമേ, അവിടുന്ന് കരുണ ചെയ്യുമാറാകണമേ. ആ രോഗം എത്ര പഴകിയതാണെങ്കിലും ഏത് സ്റ്റേജിലാണെങ്കിലും കർത്താവേ, മെഡിക്കൽ സയൻസ് ഒരു പക്ഷേ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല എങ്കിലും കൈമലർത്തി കാണിക്കുകയാണെങ്കിൽ കർത്താവേ, അവിടുത്തേക്ക് അസാധ്യം ഒരു കാര്യമില്ല കർത്താവേ. ഇന്ന് രാത്രി ലാസറിനെ ഉയർപ്പിച്ച ദൈവമേ, അവിടുത്തെ പുനരുത്ഥാനത്തിന്റെ ശക്തി, ജീവിപ്പിക്കുന്ന ശക്തി വചനം അയച്ച് ആ സഹോദരിക്കൊണ്ട് സൗഖ്യം കൊടുക്കണമേ കർത്താവേ. ഈ പ്രാർത്ഥന ശുശ്രൂഷയ്ക്കായി സ്തോത്രം. അങ്ങയുടെ ദാസൻ ബെൻസഡാനിലെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ അടി നൽകി തന്ന വചനം ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ട കർത്താവേ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ചിലരുടെയെങ്കിലും ജീവിതത്തിൽ വചന കേൾവി വിടുതലും ആശ്വാസനം കാരണമാക്കി തീർക്കണമേ. അവിടെ നിങ്ങളെ പ്രാർത്ഥിക്കാൻ സ്തോത്രം ചെയ്യുന്ന സകലവും അടികൾക്ക് ജീവനെ തന്ന യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ, ആമേൻ. God bless you all. Thank you. May God bless you.